ഹായ് ഫ്രണ്ട്സ്, എവർക്ക് ടേസ്റ്റ് ഓഫ് മൗണ്ട് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു കുട്ടികളും മുതിർന്നവരും കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വളരെ ക്രിസ്പിയും ടേസ്റ്റ് വന്നിരിക്കുന്ന ഗോബി സിസ്റ്റീം അഥവാ കോളിഫ്ലവർ സിസ്റ്റീമാണ്. ഇതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ്. അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ സൈഡിലും വളരെ പ്രചാരത്തിലുള്ള ഡിഷ് കൂടിയാണ്. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ സ്റ്റാർട്ടറായും സ്നാക്സായും ഉപയോഗിച്ച് വരുന്നു. വരൂ, നമുക്ക് ഈ ഡിഷിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഗോബി കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. ഈ കട്ട് ചെയ്യുന്ന ഗോപിയെ നമുക്ക് ഏകദേശം 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളച്ച വെള്ളത്തിൽ വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇതിനെ വേവിച്ചെടുക്കുമ്പോൾ ഇതിലെ കൃമികീടങ്ങളുണ്ടെങ്കിൽ എല്ലാം ചത്തുപോകും. അതിനുവേണ്ടിയാണ് നമ്മൾ 2 മിനിറ്റ് നേരത്തേക്ക് ഏകദേശം വേവിച്ചെടുക്കുന്നത്. ഈ 2 മിനിറ്റ് വരെ ഏകദേശം ഈ ഗോബി ഒരു 30-40% ഏകദേശം വെന്തിരിക്കും. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി വെച്ച ഗോപിയെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗോബി ഏകദേശം 2 മിനിറ്റ് വെള്ളത്തിൽ തിളച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റണം. ഈ ഗോപിയെ നമ്മൾ ഒരു 10-15 മിനിറ്റത്തേക്ക് തണുക്കാൻ അനുവദിക്കുന്നു. അടുത്തതായി നമ്മൾ ഗോബി സിസ്റ്റമാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ 1/2 ടീസ്പൂൺ അയമോദം കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നു. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ. ഗോപിയുടെ കോട്ടിങ്ങിന് വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പുളിപ്പ് രസത്തിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നു. ബാറ്ററിനെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കുകയാണ്. ഈ ബാറ്ററിനെ നമ്മൾ തണുത്ത് വെച്ച ഗോപിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്തതിന് ശേഷം മാത്രമേ ഗോപിയിലേക്ക് ബാറ്റർ ഒഴിക്കാവൂ, അല്ലെങ്കിൽ ഗോബി പൊടിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ഗോപിയും ബട്ടറും കൂടെ ഏകദേശം മിക്സ് ആയിരിക്കുകയാണ്.
ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാല മിക്സ് ചെയ്ത ഗോപിയുടെ മുകളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവും. അല്ലെങ്കിൽ അരിപ്പൊടി കട്ടയെ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാൻ അരിപ്പൊടി. അപ്പോൾ നമ്മൾ ഗോബി വറക്കാൻ വേണ്ട സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഈ ഗോബിയെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗോബി ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായ പച്ചമുളക്, പപ്പടം, കറിവേപ്പില ഇവ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇതിനെ ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. പപ്പടം, കറിവേപ്പില, പച്ചമുളക് വെച്ച് ഈ ഗോബി സിസ്റ്റിപ്പിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വിഭവം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.
മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എവർക്കും നന്ദി, നമസ്കാരം.